നമസ്കാരം, ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ്. ഇപ്പൊ ബിഗ് ബോസ് വീട്ടിൽ പുതിയ പവർ ടീം അധികാരമെടുത്തതിന് ശേഷമുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ പവർ ടീം അധികാരം ഏറ്റെടുക്കുന്നു. ഒരു അധികാര തണ്ട് ഉപയോഗിച്ചാണ് അവർ ഓരോ കാര്യങ്ങളും പറയുന്നത്. ശാസനം എന്ന രീതിയിലാണ് അവർ പേരിട്ടിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ ലൈറ്റായി എന്റർടൈൻമെന്റ് ആയിട്ടാണ് അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അധികാരം ഏറ്റതിന് ശേഷം ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് നമ്മൾ കുറെ തീരുമാനങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു. അതിന്റെ ഭാഗമായി അവരൊരു മിനി കോർട്ട് റൂം കൊണ്ടുവരുന്ന കാര്യം ഇന്നലെ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു. ക്യാപ്റ്റനെ ആരും ഡിസ്റെസ്പെക്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ സിബിൻ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാസ്മിൻ കയറി ഇടപെടുന്നുണ്ട്. ക്യാപ്റ്റൻ എന്ത് കാണിച്ചാലും ക്യാപ്റ്റൻ എന്തു ആകാവോ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ വെറുതെ വഴക്കാകാനായിട്ട് മാത്രം സംസാരിക്കുന്ന പോലെയാണ് തോന്നിയത്. അപ്പൊ ജിൻഡോ കയറി ഇടപെടുന്നുണ്ട്. എന്നെ ഇന്നലെ മുതൽ ഇവൾ ഓരോന്ന് പറഞ്ഞ് മോശമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്നും പറയാത്തത് ഇന്നലെ റസ്മിൻ എന്നോട് വന്ന് പറഞ്ഞു. അവള് ഭയങ്കര ഡൗൺ ആയിരിക്കുകയാണ്. അവളെ 2 ദിവസത്തേക്കൊന്ന് വിട്ടേക്ക്, ക്ഷമിച്ചേക്കെന്ന് എന്നോട് വന്ന് നേരിട്ട് പറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ അവളെ ഇന്നലെ തന്നെ കാലേ വാരി തൂക്കി നിലത്തടിച്ചെന്ന് ജിൻഡോ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഈ സ്റ്റേറ്റ്മെന്റ് കേട്ടതും അതിൽ പിടിച്ചങ്ങ് ജാസ്മിൻ. നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു മിനി കോർട്ട് റൂമിൽ ഇത് പരിഹരിക്കാന്ന് പവർ ടീം പറയുന്നു. വോട്ടിംഗ് അടിസ്ഥാനത്തിൽ, അതായത് ഒരു ജനാധിപത്യ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം എന്നും പറയുന്നുണ്ട്. ഈവനിംഗ് ആണ് ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള പ്രശ്നം മിനി കോർട്ട് റൂമിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. പവർ ടീം ജിൻഡോയെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത്. അതിന്റെ വിധി എന്തായിരിക്കണമെന്ന് ഓൾറെഡി സിബിനും ഗ്രൂപ്പും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.